ഉത്തരാഖണ്ഡിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഉത്തരാഖണ്ഡിലെ ധരാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സൈനികർ ഉൾപ്പെടെ 100-ലധികം പേരെയാണ് കാണാതായത്. 150-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കടാവർ നായകളെ എത്തിക്കും. എന്നാൽ കനത്ത മഴ തുടരുന്നത് രക്ഷാദൌത്യം ദുഷ്കരമാക്കുന്നുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഏറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. 100-ലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന കണക്ക് നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അത് അനൌദ്യോഗിക കണക്കാണ് എന്നതാണ് സാഹചര്യം. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് ഹോം സ്റ്റേകളും ടൂറിസ്റ്റ് സ്പോട്ടും ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ വിനോദസഞ്ചാരികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്നത്? അറിയാം, വലിയ വെല്ലുവിളിയാണ്. കാരണം ശക്തമായ മഴ പ്രദേശത്തുണ്ട്. ഒപ്പം തന്നെ അവിടേക്ക് ഈ സൈന്യത്തിന് കൂടുതൽ സൈന്യത്തിന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം അവിടേക്ക് പോകേണ്ട ഒരു റോഡ് മാത്രമാണ് ആ പ്രദേശത്തേക്ക് പോകാനുള്ളത്. അത് പൂർണ്ണമായും ഒലിച്ചുപോയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ പാതി സ്ഥലത്ത് മാത്രമേ ഇവർക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ ബറ്റാലിയൻ ഫോഴ്സിനെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് എത്രത്തോളം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു വ്യക്തമായ ചിത്രം ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 100-ന് മുകളിൽ ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം അത്രത്തോളം ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ 1:45 കൂടി ഉണ്ടായിട്ടുള്ള ഈ ഒരു മിന്നൽ പ്രളയത്തിൽ സംഭവിച്ചത്. അതായത് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിട്ടുള്ള ധരാലിയിൽ പ്രകൃതി സംഹാര താണ്ഡവമാടിയ ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളിൽ പലതും കാണാം. അതായത് ജീവനും കൊണ്ട് ഓടുന്ന ജനങ്ങളെ കാണാമായിരുന്നു. പൊടുന്നനെ കല്ലും മണ്ണുമൊക്കെയായി അടിഞ്ഞുകൊണ്ട് ആ ഒരു ഗ്രാമം തന്നെ, ഒരു ധരാലി എന്ന ഒരു ചെറിയ ഗ്രാമം തന്നെ ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് അത്രത്തോളം ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു പുറത്തു വരികയും ചെയ്തത്. അത് മുകളിൽ നിന്ന് പൊട്ടി ഒലിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹോം സ്റ്റേകളും മറ്റ് കെട്ടിടങ്ങളും ബഹുനില കെട്ടിടങ്ങളും എല്ലാം തന്നെ പൊടുന്നനെ ഒലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അത്രത്തോളം ഭയാനകരമായിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ തന്നെയായിരുന്നു അവിടുന്ന് പുറത്തു വരികയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടെ ചെളിയുമൊക്കെ മൂടിക്കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെയും ഈ സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ NDRFിൻ്റെയും ഒക്കെ തന്നെ കൂടുതൽ സേനയെ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ അവിടേക്ക് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നേരത്തെ എത്തിയ സംഘം അവിടെയുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇടവിട്ടിടവിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി വീണ്ടും ഈ വനമേഖലയോട് ചേർന്ന് ഈ ധരാലി ഈ മിന്നൽ പ്രളയം ഉണ്ടായതിന് ഒരു 4 കിലോമീറ്റർ അകലെ മാറി മറ്റൊരു മിന്നൽ പ്രളയം കൂടി ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വനമേഖല ആയതുകൊണ്ട് തന്നെ ആൾതാമസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ നാശനാശങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന് സമാനമായ രീതിയിലുള്ളൊരു പ്രളയമാണ് അവിടെയും ഉണ്ടായത്. ഇത്തരത്തിൽ കുത്തനെ മണ്ണിടിഞ്ഞ് താഴേക്ക് പതുക്കുകയായിരുന്നു. ഒപ്പം തന്നെ സമീപത്തുള്ള അവിടുന്ന് വനപ്രദേശത്ത് നിന്ന് മാറി കുറച്ച് അകലോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടങ്ങളും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങളുടെയൊക്കെ ഒരു വ്യാപ്തി അത് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു ആശങ്കപ്പെടുന്ന കാര്യം. ഒരു 9 സൈനികരെ ഉൾപ്പെടെ കാണാതായിട്ടുണ്ട്. അതായത് അവിടെ ഒരു സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു. സൈനിക ക്യാമ്പ് ഉൾപ്പെടെ ഈ ഒരു മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളും തുടരുന്നുണ്ട്. അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നിലവിൽ ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 4 പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും ആ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാഹചര്യം തന്നെ മുന്നിൽ കാണുന്നില്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് മുന്നിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ഓഗസ്റ്റ് അടുക്കുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ വയനാട് ദുരന്തമുണ്ടാകുന്നത്. ചൂരൽമല, മുണ്ടക്കൈ ഒരു 2 ഗ്രാമം പൂർണ്ണമായും ഒലിച്ചു പോകുന്ന അത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്ത് അന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ എത്രത്തോളം വലിയ വ്യാപ്തിയായിരുന്നു ആ ദുരന്തത്തിനുണ്ടായത്. അതേ സമാനമായ രീതിയിലുള്ള സാഹചര്യം ഒരു ഗ്രാമം മുഴുവൻ ഇത്തരത്തിൽ ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വലിയ വ്യാപ്തിയുണ്ട് ഈ ഒരു വലിയ ദുരന്തത്തിന്. അതുകൊണ്ട് തന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെയും സാധിച്ചില്ല. അതായത് വിനോദസഞ്ചാര മേഖലയാണ്, പല ഹോം സ്റ്റേകളുമുണ്ട്. ആ ഹോം സ്റ്റേകളിൽ എത്രത്തോളം ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു, അവിടെ ആരൊക്കെ വന്നു പോയിരുന്നു, അല്ലെങ്കിൽ
എത്രത്തോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായ വിവരമില്ല എന്നുള്ളത് തന്നെയാണ്. അത് അതൊരു വലിയ ആശങ്ക തന്നെയാണല്ലോ മിഥുൻ. കാരണം നമുക്കറിയാം കേരളത്തിൽ നിന്നടക്കം ഈ സീസണിൽ ഒരുപാട് സഞ്ചാരികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ താമസിച്ചിരുന്നത് ഈ മേഖലയിലായിരുന്നോ, ഈ ഹോം സ്റ്റേകളിലായിരുന്നോ എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ യാത്രക്കിടെ പലരും വിശ്രമിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ വിശ്രമിക്കുവാൻ വേണ്ടി അവിടെ ഇറങ്ങിയ ആളുകൾക്ക് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള വലിയ ആശങ്ക കൂടിയുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി എന്തെങ്കിലും വിവരങ്ങൾ മറ്റോ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ മിഥുൻ? അങ്ങനൊരു റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. പക്ഷേ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും അവിടെ എത്രത്തോളം പേരുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ചിത്രം ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ എത്രത്തോളം പേരുണ്ടായിരുന്നു, എത്രത്തോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, എത്രത്തോളം ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു, അവിടേക്ക് ആരൊക്കെ താമസിച്ചിരുന്നു, അവിടെ എത്രത്തോളം ജീവനക്കാരുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വയനാടും സമാനമായ രീതിയിലൊരു വിനോദസഞ്ചാര സ്പോട്ടായിരുന്നു. അവിടെ ഇതേ രീതിയിൽ ഹോം സ്റ്റേകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ അന്യസംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളൊക്കെ നിരവധി പേരുണ്ടായിരുന്നു. അവർക്ക് രേഖകളൊന്നുമില്ലാതെ അവിടെ കഴിഞ്ഞിരുന്ന കുറേയധികം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒക്കെ കണക്കുകൾ അല്ലെങ്കിൽ അവരെത്രത്തോളം പേരുണ്ടായിരുന്നു, അവരെ എവിടെ നിന്ന് വന്നവരാണെന്ന് അടക്കമുള്ള കാര്യത്തിൽ ചില ആശയക്കുഴപ്പമൊക്കെ അന്ന് നിലനിൽക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിലെ സമാനമായ സാഹചര്യമാണ് ഇവിടെയും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അവരാരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് തന്നെ ഉള്ളവരാണോ, അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്നവരാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടാവർ നായകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം, ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം. കാരണം അത്രത്തോളം മണ്ണും ചെളിയുമായി മൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രദേശം ഒട്ടാകെ ഒലിച്ചുപോയി മറ്റൊരു സമാന്തര പുഴയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഖീർ നദി പോലെ തന്നെ അവിടേക്ക് ഇത് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെയൊക്കെ തന്നെ അത്രത്തോളം ഭയാനകരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇപ്പോൾ റോഡുകളൊക്കെ തകർന്ന ഒരു സാഹചര്യം ആയതിനാൽ തന്നെ അവിടേക്ക് രക്ഷാസംഘങ്ങൾക്കൊക്കെ കൂടുതലായി എത്താനുള്ള ഒരു പ്രയാസം നേരിടുന്നുണ്ടല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം അവിടേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാതയുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ വിൻഡോയിൽ കാണിക്കുന്നത്. ഒരു പക്ഷേ മറ്റു വിഷ്വൽസ് കൂടി എന്നെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചുകൂടി വിഷ്വൽസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് കാണാം, വ്യക്തമായി തന്നെ കാണാം. അതിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ഏക മാർഗം പ്രധാനപ്പെട്ട പാതയാണ്. പക്ഷേ അവിടെ ഈ മണ്ണും കല്ലുമൊക്കെ അടിഞ്ഞുകൊണ്ട് ആ പാത പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ചില പരിമിതികളുണ്ട്. അത് ആദ്യം അത് ഏകോപിപ്പിക്കുക, അല്ലെങ്കിൽ അത് അവിടേക്ക് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടുവരുന്നത്. അതിനുശേഷം മാത്രമേ വാഹനങ്ങൾക്ക് അവിടേക്ക് കടന്നു പോകാൻ സാധിക്കൂ. കാരണം പ്രത്യേകിച്ച് സൈനിക വാഹനങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. മറ്റ് ആവശ്യ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നമ്മൾ വയനാട് മുണ്ടക്കൈ ചൂടുമലയൊക്കെ കണ്ടതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള എഫേർട്ട് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടേക്ക് കൂടുതൽ ആളുകൾ വരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നതായിട്ടുണ്ട്.